ഈമാനുള്ള മുഅ്മിനീങ്ങൾ ആഫിയത്തുള്ള ആളുകൾ ഒരല്പസമയം ഒന്ന് എഴുന്നേറ്റു നിന്നാൽ അന്ത ശംസുൻ അന്ത ബദൂറുൻ അന്ത നൂറുൻ ഫൗഖ നൂരി അന്ത ഇക്സീറു വഗാലി أنت مصباح الصدور لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ربي مجلس നീ സ്വീകരിക്കണേ അല്ലാഹ് നിന്റെ പൊരുത്തമുള്ള മജ്ലിസാക്കണേ അല്ലാഹ് ഈ ചെറിയ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു ഭവ്യമായ പള്ളി നിർമ്മിച്ച് ഈ പള്ളിയുടെ മുറ്റത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്തിച്ചു വെച്ച വിളക്കുണ്ടല്ലോ, അതാണ് ഈ നാട്ടിൽ പ്രകാശിക്കുന്ന ദീനീ ചിട്ടങ്ങൾ, അതാണ് ഈ നാട്ടിൽ തല ഉയർത്തി നിൽക്കുന്ന പള്ളിയും മദ്രസയും, ഈ നാട്ടിലെ ആലിമീങ്ങളും ഉമറാക്കളും ഉമ്മമാരും മുഅ്മിനീങ്ങളും, അതെല്ലാം ദീനിന്റെ ശിആറുകളുടെ ഭാഗമാണ്. ഇന്ന് നമുക്ക് ഈ ദീന് നമ്മുടെ കരങ്ങളിലേക്ക് എത്തണമെങ്കിൽ നബി തങ്ങൾ എത്ര അധ്വാനം സഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദീനീ ദൗത്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം കുടുംബത്തിലേക്ക് ഇറങ്ങിയപ്പോ, സ്വന്തം നാട്ടിലേക്ക് ഇറങ്ങിയപ്പോ, സ്വന്തം അയൽവാസികളോട് ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി കളത്തിൽ ഇറങ്ങിയപ്പോ നബി തങ്ങൾ ഏറ്റുവാങ്ങിയ പ്രയാസങ്ങൾ എത്രയാണ്, സ്വഹാബത്ത് വാങ്ങിയ നൊമ്പരങ്ങൾ എത്രയാണ്. ഇന്ന് നമ്മുടെ സർക്കാരുകൾ ഇവിടത്തെ ആക്ടുകൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെ നാട്ടിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തു നബി തങ്ങൾക്ക്, സ്വഹാബാക്കൾക്ക്, അന്നത്തെ അക്രമികളായ മക്ക മുശ്രിക്കീങ്ങൾ NRC നടത്ത ചരിത്രം നിങ്ങൾക്കറിയുമോ? നാട്ടിൽ പുറത്താക്കിയത് മാത്രമല്ല, സ്വഹാബത്തിന് ഭക്ഷണം കൊടുത്തില്ല, സ്വഹാബത്തിന് വെള്ളം കൊടുത്തില്ല, സ്വഹാബത്തിന്റെ വീടുകളിൽ ജീവിക്കാൻ അനുവദിച്ചില്ല, സ്വഹാബത്തിന്റെ കുടുംബങ്ങളെ കൂടെ പാർക്കാൻ അനുവദിച്ചില്ല. ഏതുവരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ സ്വഹാബത്ത് പച്ച ഇലകളെ കഴിച്ചിട്ടുണ്ട്, പള്ളയിലേക്ക് മണ്ണ് കെട്ടി വെച്ചിട്ടുണ്ട്, പള്ളയിലേക്ക് കയറുകളെ കൊണ്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. നബി തങ്ങളെ മുമ്പിലേക്ക് വന്നു സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, ഭക്ഷണമില്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞു നബിയേ, വല്ലാത്ത പട്ടിണിയുണ്ട് നബിയേ, വല്ലാത്ത ദാഹമുണ്ട് നബിയേ, വല്ലാത്ത വിശപ്പുണ്ട് നബിയേ എന്ന് വയറ് കാണിച്ചപ്പോ അവിടത്തെ ഷർട്ട് പൊക്കി കാണിച്ചവിടെന്ന് കാണിച്ചു കൊടുത്തു. സ്വഹാബാ, വല്ലാത്ത വിശപ്പുണ്ടല്ലേ, വല്ലാത്ത വേദനയുണ്ടല്ലേ. അനുയായികൾ വിഷമിക്കുമ്പോ രാജാവായി വിരാജിക്കുന്ന എത്രയോ ആളുകളില്ലേ. നബി തങ്ങൾ അവിടെ നിന്ന് കാണിക്കുന്നു, എന്റെ പള്ളയിലേക്ക് ഞാൻ കല്ല് വച്ച് വലിച്ചു കെട്ടിയത് എന്റെ വിശപ്പകറ്റാൻ പറ്റാത്തത് കൊണ്ടാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ അക്രമം സഹിക്കാൻ പറ്റാതെ ആമിന ഉമ്മയുടെ നാട്ടിലേക്ക് ത്വായിഫിന്റെ മണ്ണിലേക്ക് മുത്തു നബി തങ്ങൾ പോയപ്പോ ത്വായിഫുകാർ കല്ലെറിഞ്ഞില്ലേ. അവിടെ അതാ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി തങ്ങളോട് പറഞ്ഞു, ജിബ്രീലേ, ഈ നാട്ടുകാർക്ക് ഞാൻ ഉഹുദ് പർവ്വതം മറിച്ചിട്ട് നശിപ്പിച്ചു കളയണോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, വേണ്ട ജിബ്രീലേ, ഈ കൂട്ടത്തിലെങ്ങാനും ഒരാൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നാൽ ഈ നാടെന്നല്ല, ഈ ലോകമെന്നല്ല, ഈ ലോകവും ഈ ലോകത്തുള്ള മുഴുവനും ലഭിക്കുന്നതിനേക്കാളും മറ്റൊരു പ്രതിഫലമില്ല. എല്ലാവർക്കും മാപ്പ് കൊടുത്ത ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക മുശ്രിക്കീങ്ങളെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് ദീന് പ്രചരിപ്പിച്ചു. അബൂജഹൽ എന്ന ധിക്കാരിയെ അറിയുമോ? കാന യൻഹൻ നബിയ